വർഷമെങ്കിലും പഴക്കമുള്ള എല്ലാ പള്ളികളും ഹിന്ദു ദാനം കൊടുത്ത പറമ്പിലാണ്. നമുക്കറിയാലോ, നമ്മൾ വിശ്വരൂപം കാണിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് നല്ല ഓർമ്മയുണ്ട് നമുക്ക്. 1992 ഡിസംബർ 6 മുലായം സിംഗിന്റെയും നരസിംഹറാവുവിന്റെയും 7 ചുറ്റി കമ്പിവേലിയും 70 കടന്നുകളും 700 പോലീസും 7000 പട്ടാളവും 70,000 പത്രക്കാരും കാവൽ നിന്നപ്പോ ഹിന്ദു ഒന്നിച്ചൊന്നുണർന്ന ഒരൊറ്റ ഓങ്കാരം മുഴക്കിയപ്പോ തവിടുപൊടിയായ പള്ളിയുടെ കഥ, ഇല്ലാത്ത പള്ളിയുടെ കഥ. ബഹുമാനപ്പെട്ട ശശികല ടീച്ചറോട് ഒരു അപേക്ഷയുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ 300 വർഷത്തെ മാത്രം ചരിത്രം പഠിച്ചാൽ പോരാ, അതിന് മുൻപുള്ള ചരിത്രം കൂടെ പഠിച്ച് മനസ്സിലാക്കണം. 300 വർഷം മുൻപുള്ള പള്ളികൾ ഹിന്ദു ദാനം കൊടുത്തതാണോ ക്രിസ്ത്യാനികൾക്ക്? അതിനു മുൻപുണ്ടായിരുന്ന ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ജീർണത മുതലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധ ജൈന വിഹാര ക്ഷേത്രങ്ങൾ തവിട് പൊടിയാക്കി അവിടെ ഹിന്ദു ക്ഷേത്രം പണിത ചരിത്രം ടീച്ചർ വായിക്കാതിരുന്നത് ഒട്ടും ശരിയായില്ല. ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇതിനൊരു ഉദാഹരണം മാത്രമല്ലേ? ഈ ദാനം നൽകിയതെല്ലാം തിരിച്ചെടുത്താൽ പള്ളികളെല്ലാം തന്നെ പൊളിക്കേണ്ടി വരുമല്ലോ. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴല്ലേ ക്രമീകൃത വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നത്? അവർ കെട്ടിയ പള്ളിക്കൂടങ്ങളിൽ പഠിച്ചവരല്ലേ ഇന്ത്യയെ നയിച്ചവരിൽ പലരും. മാറുമറയ്ക്കൽ, തീണ്ടൽ തൊടിയിലെ ദേവദാസി, സതി ഈ സമ്പ്രദായങ്ങൾക്കെതിരെ നിവർന്നു നിൽക്കുവാൻ ടീച്ചറുടെ ഗ്രൂപ്പുകാരെ സഹായിച്ചത് വിദേശികളല്ലേ? ഓങ്കാരം മുഴക്കിയത് കൊണ്ടാണ് പള്ളി തകർന്നതെന്ന ടീച്ചറുടെ ശബ്ദം അഭിമാനത്തിന്റേതല്ല, അസഹിഷ്ണുതയുടെ ശബ്ദമാണ്. ഇവര് ഓങ്കാരം മുഴക്കിയത് കൊണ്ടാണോ പള്ളി തകർന്നത്? ഒന്ന് ഓങ്കാരം മുഴക്കിയാലോ ശരണം വിളിച്ചാലോ കുരവിയിട്ടാലോ ഒരു പള്ളിയും ഇന്ത്യയിൽ തകരില്ല. പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതല്ല ഹിന്ദു വിശ്വരൂപം കാണിക്കേണ്ടത്. നോർത്ത് ഇന്ത്യയിൽ ഇന്നും നടമാടുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാകട്ടെ രൂപം കാണിക്കൽ ചടങ്ങ്. ടീച്ചറുടെ മറ്റൊരു കണ്ടുപിടുത്തം പെന്തക്കോസ്തുകാരിൽ ഒരാൾക്കൊരു സഭ എന്നാണ്. അത് ടീച്ചർക്ക് പറയുവാൻ ഒരു യോഗ്യതയുമില്ല. കാരണം ലോകത്തിൽ ഏകദേശം 600 കോടിയിൽ അധികം വരുന്ന ജനങ്ങൾക്ക് 33 കോടി ദൈവങ്ങൾ എന്നാണല്ലോ ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് എത്ര ദൈവങ്ങൾ ഉണ്ടെന്ന് ആദ്യം പരിശോധിക്കൂ. എന്നിട്ടാകാം പെന്തക്കോസ്തുകാർക്കെതിരെയുള്ള വിമർശനം. കേരളത്തിലെ ഉത്സവ സംസ്കാരം വിചിത്രമാണ്. ഏതെങ്കിലും കല്ലില് ദേവീ ചൈതന്യം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ വിഗ്രഹപ്രതിഷ്ഠയായി ഉത്സവങ്ങളായി ഉത്സവ പിരിവ് എന്നൊരു പിരിവുമണ്ടി കൂട്ടത്തിൽ വാഹനം തടഞ്ഞും ഭീഷണിപ്പെടുത്തിയും ഉത്സവ കമ്മിറ്റിക്കാരെ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഉത്സവം നടത്തും. പിന്നീട് മറ്റു മതസ്ഥരെ കുറ്റം പറയും. ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ഓടുന്ന വണ്ടിക്കാരെല്ലാം കാശ് കൊടുക്കണം. ഇവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഭജന്ന് മിക്കവരും പണം കൊടുക്കും. ക്രിസ്ത്യാനികൾ മറ്റു മതസ്ഥരെ വിമർശിച്ചല്ല, യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് അവർ പ്രസംഗിക്കുന്നത്. ഹൈന്ദവ ദേവന്മാരുടെ സ്വഭാവത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ ടീച്ചർക്ക് കഴിയുമോ? നമ്മുടെ രാജ്യത്ത് ഒരു ഭരണമുണ്ട്. രാജ്യം സംരക്ഷിക്കുവാൻ സൈന്യവും നമുക്കുണ്ട്. പിന്നെ ഈ RSSന്റെ ശാഖ വളർത്തുന്നതിന്റെ ആവശ്യം എന്താണ്? കൃത്യമായൊരു മറുപടി തരാമോ? വേറൊരു കണ്ടുപിടുത്തം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഹിന്ദുക്കൾ മാത്രമാണെന്നാണ്. ടീച്ചറിന്റെ ഈ വാക്കുകൾ ആർഷഭാരതത്തിന് ഒട്ടും യോജിച്ചതല്ല. ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമാക്കുവാൻ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു. അതുപോലും അറിയാതെ ഞങ്ങളാണ് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ വിശ്വസിക്കില്ല, ഹിന്ദു വർഗീയവാദികൾ വിശ്വസിക്കുമായിരിക്കും. ടീച്ചറുടെ ഇങ്ങനെയുള്ള മതവർഗീയത പ്രസംഗങ്ങളെ യുവതലമുറയെ ഉച്ചനീചത്വത്തിലേക്കും മതവിദ്വേഷത്തിലേക്കും നയിക്കുമെന്നതിൽ യാതൊരു പാടി നടക്കുവാൻ പാടരില്ലെങ്കിലും മാധ്യമങ്ങൾ അരയും തലയും മുറുക്കി ഈ രംഗത്ത് സജീവമായി ഉണ്ടെന്ന് മറന്നുപോകരുത്. ഹിന്ദുക്കളുടെ ഒരു അജണ്ടയിൽ ഒന്നിതായിരുന്നു, ഇന്ത്യയിൽ ജീവിക്കുന്നവരെ ഹിന്ദുമതം സ്വീകരിക്കുക അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോകുക. രണ്ടാമത്തെ കാര്യം നടപ്പിലാക്കിയാൽ ഈ ടീച്ചറും കുറച്ചുപേരും മാത്രം ഇവിടെ കാണും. കാരണം വിദേശ നാണ്യങ്ങൾ കൊണ്ട് വളർന്ന വളർച്ചയെ ഇന്ത്യക്കുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിന്. അതുകൊണ്ട് വിദേശയ്ക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ എത്രയും വേഗം നിങ്ങളെ ചെയ്തു തരണം. ഇതെന്റെ മാത്രമല്ല, കേരളത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്കവരുടെയും ആഗ്രഹമാണ്. പത്മനാഭ ക്ഷേത്രത്തിലെ സമ്പത്ത് പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ശ്രീ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ശ്രീ സുകുമാർ അഴീക്കോട് തുടങ്ങിയവർ നിർദ്ദേശിച്ചത് സ്വീകരിക്കുവാൻ ഇവർ തയ്യാറല്ല. സന്യാസ ശ്രേഷ്ഠന്മാരെയും സ്വാമിമാരെയും ഹിന്ദു സംഘടനകളെയും വിളിച്ചു ചേർത്ത ശേഷം തീരുമാനമെടുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിൽ KPMS, വിശ്വകർമ്മ തുടങ്ങിയ സംഘടനകൾ ഉണ്ടാകുമോ എന്നും അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുമോ എന്നും കണ്ടറിയണം. ക്ഷേത്ര സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കണമെന്ന വിഷയം വരുമ്പോൾ കത്തോലിക്ക സഭയുടെ സമ്പത്തിന്റെ കണക്കും നിരത്തി ഇവർ വിഷയം മാറ്റുന്നു. കത്തോലിക്ക സഭയുടെ ആസ്തി ഇവരന്വേഷിക്കുന്നത് എന്തിനാണ്? സ്വന്തം ശരീരം വിയർപ്പിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്പൂതിരി ഫലിതങ്ങളും പറഞ്ഞ് മറ്റു വീടുകളുടെ തിണ്ണ നിരങ്ങിയ ചരിത്രമല്ലേ ഇവർക്ക് പറയാനുള്ളൂ. ആ സമയത്തും ക്രിസ്ത്യാനികൾ പഠിച്ചു, വിദേശത്ത് പോയി കാശുണ്ടാക്കി. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ഗ്രൂപ്പുകാർക്ക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എത്ര ആതുരാലയങ്ങളുണ്ട് എന്നുകൂടി നോക്കണം. പണ്ട് കാലത്തെ പാവങ്ങൾ വാഴയില കുറുക്കി തിന്ന് വിശപ്പടക്കിയപ്പോൾ
അവര് പാടത്തും പറമ്പിൽ നിന്ന് പണിയെടുത്തു തന്ന ആഹാരം മുക്കുമുട്ട തിന്നലായിരുന്നു ആഢ്യന്മാരുടെ വിനോദം. ഇതൊക്കെ കണ്ടല്ലേ സോഷ്യലിസം ഇന്ത്യയിൽ വിജയിച്ചത്. ഹിന്ദു സംസ്കാരം പറയാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മഹാകുംഭമേളയിൽ തുണി ഉടുക്കാതെ നടക്കുന്ന ബോധിമാരും തുണിയില്ലാതെ മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഭഗവാൻ രജനീഷിന്റെ ആശ്രമവും വിഭൂതി സൃഷ്ടിച്ച് ജനവഞ്ചന നടത്തിയ കോടിപതി സായിബാബയും രാംദേവും പറക്കാൻ പഠിപ്പിച്ചു പറ്റിച്ച നിത്യാനന്ദ സ്വാമിയും ഈ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? പുരാണങ്ങൾ വായിച്ചതിൽ നിന്ന് ഒന്നും എഴുതുന്നില്ല. ഹിന്ദുക്കളുടെ പല സംസ്കാരങ്ങളും ഇന്ത്യക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. എന്നാൽ ഇതിൽ മിക്ക സംസ്കാരങ്ങളും ഇന്ത്യക്ക് അപമാനകരവുമാണ്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ടീച്ചറുടെയും ഗ്രൂപ്പുകാരുടെയും ആഗ്രഹം കൊള്ളാം. പണ്ട് പൊളിച്ച പള്ളിയുടെയും വിദേശികളുടെ കടന്നുകയറ്റത്തെയും പറ്റി സംസാരിച്ച് എന്നും കളം നിറഞ്ഞു നിൽക്കാമെന്ന മോഹം വെറുതെയാണ്. ഇപ്പോഴത്തെ ഇവരുടെ മുദ്രാവാക്യം ഹിന്ദു ഉണരൂ എന്നാണ്. ഇനിയും ഹിന്ദു ഉണരേണ്ട ആവശ്യമുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ പള്ളി തകർത്തും മറ്റു മതസ്ഥരെ കൊന്നും ഹിന്ദു ഉണരുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഹിന്ദു ഉണർന്നാൽ ഇന്ത്യയെ ഇവർ കത്തിക്കും, തീർച്ച. ഒരു ഇലക്ഷന് മത്സരിച്ച് ജയിക്കുവാനാണെങ്കിൽ ഈ പ്രസംഗത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ശശികല ടീച്ചറോട് വീണ്ടും ഒരു അപേക്ഷയുണ്ട്. ഈ മതവർഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഈ അർത്ഥശൂന്യമായ മതപ്രസംഗം നിർത്തുക. ആരാണ് ഹിന്ദു? ഇന്ത്യ ഹിന്ദുക്കളുടെ നാടല്ല. ഹിന്ദുക്കളും ഇവിടെ കുടിയേറിയവരാണ്. ഇവിടത്തെ ആദിമ നിവാസികൾ ദ്രാവിഡരാണെന്ന സത്യം ആർക്കാണ് അറിയാത്തത്? സിന്ധു നദീതടങ്ങളിൽ തുടങ്ങി ഗംഗാ സമതലം വരെയുള്ള ഭൂഭാഗങ്ങളിൽ വസിച്ചിരുന്നവർ. അവരെ അവിടെ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് അടിച്ചോടിച്ച് ആര്യന്മാർ അധികാരം പിടിച്ചെടുത്തു. ഈ ആര്യന്മാർ വേദാന്ത മതക്കാരാണ്, അല്ലാതെ ഹിന്ദുക്കളായിരുന്നില്ല. വേദാന്ത മതത്തിൽ അനാചാരങ്ങൾ അവസാനമില്ലാതെ കടന്നുകൂടിയപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വന്ന മതങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. അപ്പോഴും ഹിന്ദുമതം രൂപം കൊണ്ടിട്ടില്ല. പിന്നീടാണ് ക്രിസ്തീയത ഇന്നാട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം ഇസ്ലാം വന്നു. അപ്പോഴും ഇവിടെ ഹിന്ദുമതം എന്നൊന്നില്ല, വേദാന്ത മതമാണ് ഉള്ളത്. വേദാന്ത മതത്തിനും ഹിന്ദുമതത്തിനും പ്രകടമായ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലിരിക്കുന്ന കാലത്താണ് ഈ വേദാന്ത മതം പരിണാമം സംഭവിച്ച് ഇന്നത്തെ ഹിന്ദുമതമായി മാറുന്നത്. ഹിന്ദു വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ നായർ എന്ന് പറയുന്ന വിഭാഗമാണ് ഹിന്ദുമതത്തിലെ ഏറ്റവും താഴെയുള്ള വിഭാഗം. അവർക്ക് താഴെയുള്ള ജാതികളൊന്നും ഹിന്ദുക്കളല്ല. മിസ്റ്റർ MK ഗാന്ധിയാണ് അവരെ ഹിന്ദുമതത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിരാഹാരമിരുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയാൽ ഇവിടുത്തെ യഥാർത്ഥ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി പോകും എന്ന് പേടിച്ചായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. മാത്രമല്ല അവർണർ അഥവാ ഹിന്ദുവർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തവർ ഭൂരിപക്ഷമായാൽ ഭരണം അവരുടെ കൈകളിൽ എത്തുകയും ചെയ്യും. അത് തടയുക എന്നൊരു ഉദ്ദേശം കൂടെ MK ഗാന്ധിക്കുണ്ടായിരുന്നു. ഹിന്ദുമതം എന്ന പരാമർശം 200 വർഷത്തിന് മുമ്പുള്ള ഒരു രേഖയിലും ടീച്ചർക്ക് കാണാൻ കഴിയുകയില്ല. ഹിന്ദുക്കൾ എന്ന് കാണുവാൻ കഴിയും. അത് മതവുമായി ബന്ധപ്പെട്ടതല്ല, സിന്ധു നദിക്കക്കരെ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. ആദ്യമായി ഹിന്ദുമതം എന്ന പരാമർശം നടത്തിയിട്ടുള്ളത് ഒരു ബ്രിട്ടീഷ് ഓഫീസറാണെന്നുള്ള കാര്യവും ടീച്ചർ ഓർക്കണം. ഇവിടെയുള്ള ക്രിസ്തു മതത്തെക്കാളും ഇസ്ലാം മതത്തെക്കാളും പ്രായം കുറവാണ് ഹിന്ദുമതത്തിന് എന്നുള്ളത് യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുന്നു. ഇത് മതത്തിനോടുള്ള വെല്ലുവിളിയല്ല, അവർക്കെതിരെയുള്ള മറുപടിയല്ല, ടീച്ചർ ശശികല ടീച്ചറോടുള്ള അവരുടെ പ്രസംഗത്തിനുള്ള മറുപടി മാത്രമാണ്.